നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 22-23 ടോപ്പ് നോച്ച് പെർഫോമൻസ് കാഴ്ചവെച്ച 7 സ്റ്റോക്കുകളെ കുറിച്ചാണ് ശരിക്കും. ഇതിനകത്ത് ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മാൾ ക്യാപ്പ് ഉണ്ട് ശരിക്കും. സോ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെയും കഴിഞ്ഞ 1 ഇയറിലെ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് 4 ക്വാർട്ടർ കൊണ്ട് തന്നെ അതിനു മുമ്പുള്ള ഒരു ഇയറുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. മാനേജ്മെൻറ്റ് എഫിഷ്യൻസിനെ കാണിക്കുന്ന കാര്യമാണ്. ആ സ്റ്റോക്കിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ആ ഒരു മാർക്കറ്റ് അക്സെപ്റ്റൻസിനെ കാണിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള വിഷനെ കാണിക്കുന്നൊരു കാര്യമാണ് ശരിക്കും. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ 150 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കുകളാണ് ശരിക്കും. ഈ സ്റ്റോക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല ശരിക്കും. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. അത് നല്ലോണം പെർഫോം ചെയ്യട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത് ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെയും നിങ്ങൾ റെക്കമെൻഡേഷനായിട്ട് എടുക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങളൊരു ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ ശരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ബെഞ്ച്മാർക്സ് എന്നാണ് പേര്. ലേണിംഗ് ഇൻപുട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. സ്വാഗതം ശരിക്കും. നമുക്ക് സ്റ്റോക്കിലേക്ക് കിടക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ലേണിംഗ് ഇൻപുട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ബെഞ്ച്മാർക്സ്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാറില്ല. ഏതെങ്കിലും സ്റ്റോക്ക് കാണിച്ചാൽ ആ സ്റ്റോക്കിന്റെ പേര് കാണിക്കാറില്ല. അതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ്സ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ശരിക്കും. ഈ കൺസെപ്റ്റ്സ് തീർച്ചയായും നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ശരിക്കും. അതുപോലെ തന്നെ റയർ ആയിട്ടുള്ള പല കൺസെപ്റ്റ്സും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ബെഞ്ച്മാർക്സിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും സ്വാഗതം ശരിക്കും. ഇതാണ് ഒരു നട്ട്ഷെൽ ഓഫ് നമ്മുടെ ബെഞ്ച്മാർക്സ് എന്ന് പറയുന്ന ടെലഗ്രാമിന്റെ ഡീറ്റെയിൽ. ഫ്രണ്ട്സ്, this video does not share any sort of buy or sell recommendation. ഈ വീഡിയോ നിങ്ങൾ റെക്കമെൻഡേഷൻ എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സ്റ്റോക്കിനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് 5 പാരാമീറ്റേഴ്സിന്റെ ബേസിലാണ്. 1. കൺസിസ്റ്റൻസി ഇൻ സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് ക്രിട്ടിക്കൽ ഫോക്കസ് ഇൻ ലോവസ്റ്റ് ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. 2. എക്സലന്റ് വാല്യുവേഷൻ, P is used. 3. കമ്പാരിസൺ ഓഫ് ലേറ്റസ്റ്റ് കമ്പൗണ്ടഡ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്. 4. നോ മിനിമൽ പ്ലെഡ്ജഡ് ഷെയർ. ഒന്നിലെ പ്ലെഡ്ജ് ഷെയർ കാണില്ല, അല്ലെ മിനിമൽ ആയിരിക്കും പ്ലെഡ്ജ് ഷെയർ. 5ാമത്തെ കാര്യം, ഫോക്കസ് ഓൺ കമ്പനീസ് ഹാവിംഗ് ഹെൽത്തി റിസർവ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഫസ്റ്റ് കമ്പനി നമ്മുടെ സ്വന്തം കമ്പനിയാണ്, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം കമ്പനിയാണ്. കല്യാൺ ജുവലേഴ്സ് ആണ് ആദ്യത്തെ കമ്പനി. സോ കല്യാൺ ജുവലേഴ്സിന്റെ പെർഫോമൻസിലേക്ക് നമുക്ക് കിടക്കാം. മാർക്കറ്റ് ക്യാപ്പ് 13,040 കോടി രൂപ, 13,040. സ്റ്റോക്ക് പി 28.6 അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി പി 27.4. അറ്റ് പാർ ആണ്. സ്റ്റോക്ക് പി ഇൻഡസ്ട്രി പിയും അറ്റ് പാർ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 60.6, ഹെൽത്തി പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം, പ്ലെഡ്ജഡ് പെർസെന്റേജ് ഒന്നുമില്ല. അടുത്ത കാര്യം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1.18 ഉള്ളൂ. അത് മാനേജബിൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. 4,295 കോടിയാണ് ഡെപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇയാളെ കൊണ്ട് നോക്ക്. മാർച്ച് 21 624 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് 853 കോടിയായി കഴിഞ്ഞ കൊല്ലം അത് 1,114 കോടിയായിട്ട് കുതിച്ചു വരുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിന്റെ വില വളരെ കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പം ഉള്ളത് കഴിഞ്ഞ 1 ഇയർ ആയിട്ട്. അപ്പൊ നാച്ചുറലി അത് സ്വർണ്ണം വ്യാപാരികൾ, സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്സിനൊക്കെ അത് വളരെ പ്ലസ് പോയിന്റ് ആണ് ശരിക്കും. അതുകൊണ്ട് 853 നിന്നും 1,114 ഹ്യൂജ് ആയിട്ട് ഷോർട്ട് അപ്പ് ചെയ്തത് ശരിക്കും. അത് EPS -0.06 പൈസയിൽ നിന്നും 2 രൂപ 18 പൈസയായി കഴിഞ്ഞ കൊല്ലം 4 രൂപ 20 പൈസയായിട്ട് കുതിച്ചുയർന്നു ശരിക്കും. ആൻഡ് കമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ്, 30% ട്രെയിലിംഗ് 12 months. കമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് 104%. ബാലൻസ് ഷീറ്റ് നോക്ക് നിങ്ങൾ. റിസർവ് 2,107 നിന്നും 2,605 കോടിയായിട്ട് വരുന്നു. ബോറോയിൻസ് എന്ന് പറയുന്നത് 4,029 നിന്നും 4,295 കോടിയായിട്ട് ചെറുതായിട്ട് ഷോർട്ട് അപ്പ് ചെയ്തു. അത് ബേസിക്കലി ഷോർട്ട് ടൈം ബോറോയിൻസ് 3,339 കോടിയിൽ നിന്നും 3,501 കോടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ശരിക്കും. അതർ ലയബിലിറ്റിക്കകത്ത് 1,779 കോടി 2789 ആയി. അതിൻ്റെ അകത്ത് വലിയൊരു ഫാക്ടർ ലീസ് ലയബിലിറ്റി ആണ്. 666 കോടിയിൽ നിന്നും 787 കോടിയായിട്ട് മാറി. അതുകൊണ്ടാണ് 1779 എന്നുള്ളത് 2783 ആയിട്ട് മാറാനുള്ള ഒരു കാരണം ശരിക്കും. അതർ ലയബിലിറ്റി എന്നുള്ളത് ട്രേഡ് പേയബിൾസ് ആണ് ശരിക്കും. ട്രേഡിൽ തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് 657,1193 ക്രോസ് ആയിട്ട് മാറി ശരിക്കും. ഈ 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലീസ് ലയബിലിറ്റിയും ട്രേഡ് പേയബിൾസും കൂടെ ചേർന്നാണ് 1779 എന്നുള്ളത് മെയിനായിട്ട് 2783 വരാനായിട്ടുള്ള 2 മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്. ഫിക്സഡ് അസറ്റ് 1921, 1903 ഫ്ലാറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 4 കോടിയാണ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 2 കോടി എന്നുള്ള 20 കോടിയാണ്. അതർ അസറ്റ്സ് 7,021 നിന്നും 8,785 കോടിയായി ശരിക്കും. അതർ അസറ്റ്സ് വരുന്ന മെയിനായിട്ട് എൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ട്രേഡ് റിസീവബിൾസ് ആണ്. 119 കോടിയിൽ നിന്നും 244 കോടിയായി. ക്യാഷ് ഇക്വലന്റ് എന്നുള്ളത് 777 നിന്നും 982 ആയി. ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറയുന്നത് 330 നിന്നും 545 കോടിയായി ശരിക്കും കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ ശരിക്കും.
സോ അടുത്ത കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ് ശരിക്കും. BL മാർക്കറ്റ് ക്യാപ്പ് ലാർജ് ക്യാപ് കമ്പനിയാണ്. 87,754 കോടി. സ്റ്റോക്ക് പി 29.4 ആൻഡ് എഗൻസ്റ്റ് ഇൻഡസ്ട്രി പി 113. ഇൻഡസ്ട്രി പിയുടെ എത്രയാ, ഒരു 1/3 ഒക്കെ ഉള്ളല്ലേ ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ. ആൻഡ് പ്രൊമോട്ട് ഹോൾഡിംഗ് 51.1%. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0. കടമില്ലാത്ത കമ്പനിയാണ് ശരിക്കും. ആൻഡ് സി ദി P&L അക്കൗണ്ട്. മാർച്ച് 2020 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2,759, അത് 3,214. 2021-22 3,344. കഴിഞ്ഞ കൊല്ലം 22-23 4,086 കോടിയായിട്ട് കുതിച്ചു വരുന്നു. ആൻഡ് OPM പെർസെൻറ്റേജ് ബെസ്റ്റ് ഇൻ ദി ക്ലാസ്. കഴിഞ്ഞ 2012 പോലെ 2023 വരെയുള്ള OPM പെർസെൻറ്റേജിൽ ബെസ്റ്റ് ഇൻ ദി ക്ലാസ്. ആൻഡ് OPM പ്രോഫിറ്റ് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് നാച്ചുറലി. അപ്പം ആ പെർഫോമൻസ് ഒന്ന് എന്താ പ്രോഗ്രഷൻ ഓഫ് പെർഫോമൻസ് എങ്കിലും എടുത്തു നോക്കൂ. 2012 പോലെ 23 വരെയുള്ളത് ശരിക്കും. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,120 കോടി, 2,400 കോടി, 2,986 കോടി. അത് EPS റിഫ്ലക്ട് ചെയ്യുമല്ലോ. 2.87 3.28 4.8 കുതിച്ചു വരുന്നു ശരിക്കും. ബാലൻസ് ഷീറ്റ് നോക്കൂ. റിസർവ് എന്ന് പറയുന്നത് 10,816 നിന്നും 12,042 13,131 കോടിയായി ശരിക്ക്. ബൊറോയിൻസ് എന്ന് പറഞ്ഞത് 53 കോടി എന്നുള്ള 0 ആയിട്ട് മാറി. അതർ ലൈബിലിറ്റി ആണ് 21,574 എന്നുള്ള 21,630 ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് നിന്നത്. ഫിക്സഡ് അസറ്റ് 2675 3457 ആയി. ഇൻവെസ്റ്റ്മെന്റ് 1572 എന്നുള്ളത് 201 ആയി. അതർ അസറ്റ് 28,069 കോടി എന്നുള്ളത് 3,000 കോടി കൂടി 31,473 കോടിയായിട്ട് കുതിച്ചുയർന്നു. കോമോഡറ്റ് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ് 15%. കോമോഡറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ് 25%. ആൻഡ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ക്യാഷ് ഫ്ലോ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. 4,207 കോടിയിൽ നിന്നും 1,267 കോടിയായിട്ട് ഡിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ക്യാഷ് ഫ്ലോയിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആയിട്ട് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും. അടുത്ത വീണ്ടും നമ്മുടെ സ്വന്തം ബാങ്കാണ്, ഫെഡറൽ ബാങ്ക് ആണ്. ബാങ്കിങ് സ്റ്റോക്കുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ ലിവറേജ്ഡ് ഇൻഡസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ കടവുള്ള ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയി ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് നമ്മൾക്ക് കടക്കാരനാണ് ശരിക്കും അല്ലെ. ഹൈ ലിവറേജ് ഇൻഡസ്ട്രിയിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുന്നതിന് വല്ല കാര്യമൊന്നുമില്ല. ഹൈ ലിവറേജ് ഇൻഡസ്ട്രിയിൽ നമ്മൾ സാധാരണ നോക്കുന്ന P&L അക്കൗണ്ടിന്റെ പുറമെ വേറെ കുറെ റേഷ്യോസ് നോക്കാനുണ്ട്. ലൈക്ക് എന്താ പറയണ്ടേ, ഗ്രോസ് NPA കുറയുന്നുണ്ടോ, നെറ്റ് NPA കുറയുന്നുണ്ടോ, റിട്ടേൺ ഓൺ അസറ്റ്സ് എന്താണ്, പല റേഷ്യോസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഞാൻ റേഷ്യോസ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഇതിൻ്റെ P&L അക്കൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ P&L അക്കൗണ്ടിനോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ റേഷ്യോസും കൂടെ നിങ്ങൾ ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പോയിട്ട് നോക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അസസ്മെന്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും. സോ ഫെഡറൽ ബാങ്ക് ആണ്. മാർക്കറ്റ് ക്യാപ്പ് 26,000 കോടിയുടെ അടുത്തുണ്ട്. സ്റ്റോക്ക് പി 8.17 ആണ്. ഇൻഡസ്ട്രി പി 14.1 ആണ്. 8.17 ഒക്കെ ഈയിടെ സ്റ്റോക്ക് ഒന്ന് കയറിക്കൊണ്ട് വന്ന ഒരു ചെറിയ വ്യത്യാസമാണ് ശരിക്കും പിക്കകത്ത് വന്നിരിക്കുന്നത്. പ്ലജിറ്റ് പെർസെൻറ്റേജ് 0 ആണ് ശരിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിങ് ഇൻഡസ്ട്രി ഹൈ ലിവറേജ് ഇൻഡസ്ട്രിയാണ്. എപ്പോഴും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ ഹ്യൂജ്ലി കൂടി നിൽക്കും ശരിക്കും. സോ ഇതാണ് P&L അക്കൗണ്ട് 2020, 21, 22, 23. സോ ഫിനാൻസിങ് പ്രോഫിറ്റ് നോക്കുക 304 കോടി, 352 കോടി, 664 കോടി, 1,827 കോടി. ബെസ്റ്റ് ഇൻ ദി പെർഫോമൻസ് ആണല്ലേ കഴിഞ്ഞ 2022, 23 ഈ ബാങ്ക് കാഴ്ചവെച്ചത് ശരിക്കും. ഫിനാൻസിങ് മാർജിൻ നോക്കുക 5% നിന്നും 2x 10% ആയിട്ട് മാറി ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് നാച്ചുറലി ഷൂട്ടപ്പ് ചെയ്യുമല്ലോ. 1996 നിന്നും 3210 ആയി. EPS 9.37 നിന്നും 14.95 ആയിട്ട് മാറി. കോമ്പറ്റീവ് സെയിൽസ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് 24% TTM. ആൻഡ് കോമ്പറ്റീവ് പ്രോഫിറ്റ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് 61%. ബാലൻസ് ഷീറ്റ് പ്രത്യേക ബാലൻസ് ഷീറ്റ് നമ്മൾ ബാങ്ക്സിന്റെ ബാലൻസ് ഷീറ്റ് തീർച്ചയായും നോക്കണം. ബോറോയിൻസ് പാർട്ട് എപ്പോഴും കൂടി നിൽക്കും. ലിവറേജ് ഇൻഡസ്ട്രി ആണ് ശരിക്കും. അടുത്ത NCC എന്നുള്ള കമ്പനിയാണ്. നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സോ മാർക്കറ്റ് ക്യാപ്പ് 7,500 കോടി. സ്മോൾ ക്യാപ്പ് ആണ്. സ്റ്റോക്ക് പി 12.1, ഇൻഡസ്ട്രി പി 37.8. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അല്പം വീക്ക് ആണ്. 22% ഉള്ളൂ പ്രൊമോട്ടർ ഹോൾഡിംഗ് ശരിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.16 ഉള്ളൂ. ഇത്രയും മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിക്ക്, ആ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന കമ്പനിക്ക്, എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഉള്ള ഡെപ്റ്റ് 974 കോടി ആകെ ഡെപ്റ്റ് ഉള്ളൂ ശരിക്കും. പ്ലജിറ്റ് പെർസെൻറ്റേജ് അറിയാമല്ലോ. ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ഏതാണ് കാര്യം, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമേ ഒരു പൈസയുടെ ഒരു ലാസ്റ്റ് പാർട്ട് കിട്ടാറുള്ളൂ. അപ്പൊ നാച്ചുറലി പ്ലജിറ്റ് പെർസെൻറ്റേജ് 3.34% ഒക്കെ വന്നിരിക്കും. ആ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത അങ്ങനെയാണ്. P&L അക്കൗണ്ട് നോക്കാം. 2020 1,077 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് 2021 ഒന്ന് കുറഞ്ഞു. കാര്യം കോവിഡിന്റെ ഇമ്പാക്ട് ആണ്. അവിടെ നിന്നും വീണ്ടും കൂടി 1,028, അവിടെ നിന്നും വീണ്ടും 40% കൂടി 1,459 ആയി ശരിക്കും. അത് EPS റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. 4%, 18%, 25% ആൻഡ് 23% ആണ് ഡിവിഡൻഡ് കൊടുത്തത്. EPS വന്നിട്ട് 5.52, 4.40, 7.91 ആൻഡ് 9.7. കോമ്പറ്റീവ് സെയിൽസ് ഗ്രോത്ത് 10 years
നോക്കാൻ നേരത്തെ 8% ആണ്, 3 years നോക്കാൻ നേരത്തെ 20% ആണ്, ആൻഡ് ട്രെയിലിംഗ് 12 months 40%. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ട്രെയിലിംഗ് 12 months 87%. ആൻഡ് സീ ദി ബാലൻസ് ഷീറ്റ്. ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കണം, കാര്യം കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ബാങ്കിന്റെ കണക്കല്ല. റിസർവ് 5054 നിന്നും 6041 കോടിയായിട്ട് കൂടി. ബോറോയിൻസ് 1302 നിന്നും 974 ആയിട്ട് കുറഞ്ഞു ശരിക്കും. അതർ ലൈബിലിറ്റി എന്നുള്ളത് 7579 നിന്നും 9409 ആയിട്ട് കൂടി. അതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട്. ബോറോയിൻസ് നോക്കാൻ നേരത്തെ ലോങ് ടൈം ബോറോയിങ് 120 കോടിയിൽ നിന്നും 89 കോടിയായിട്ട് കുറഞ്ഞു. ഷോർട്ട് ടൈം ബോറോയിങ് 1182 എന്നുള്ളത് 885 ആയിട്ട് കുറഞ്ഞു. അത് കമ്പനിയുടെ എഫിഷ്യൻസിയെ കാണിക്കുന്നത്. ബോറോയിൻസ് കുറയ്ക്കുക എന്ന് പറയുന്നത് കമ്പനിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റിനെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതർ ലൈബിലിറ്റീസിക്കകത്ത് ട്രേഡ് പേബിൾസ് ആണ് 4398 കോടി എന്നുള്ള 5306 കോടിയായിട്ട് മാറിയത്. അതാണ് ഈ 7579 നിന്നും 9409 വരാനുള്ള വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂട്ടർ ശരിക്കും. അതുപോലെ തന്നെ അസറ്റ്സ് നോക്കാൻ നേരത്തെ എന്താ പറയണ്ടേ, ഫിക്സഡ് അസറ്റ് വന്നിട്ട് 1443 1510 ആയി. അതർ അസറ്റ്സ് എന്നുള്ളത് 12662 കോടി എന്നുള്ളത് 14671 കോടിയായി. ഇതിന്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ട്രേഡ് റിസീവബിൾസ് ആണ് 2545 നിന്നും 3176 ആയി. ക്യാഷ് ഇക്വലന്റ് എന്നുള്ള സംഗതി 600 നിന്നും 709 ആയി ശരിക്കും. ക്യാഷ് ഫ്ലോ ദേ ആർ മെയിൻറ്റെയിനിങ് എക്സലന്റ് ക്യാഷ് ഫ്ലോ 1516 നിന്നും 1100 കോടി പ്ലസ് ആണ് ക്യാഷ് ഫ്ലോ. അടുത്ത കമ്പനി IDFC ഫസ്റ്റ് ബാങ്ക്, ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്, ഹൈ ലിവറേജ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ശരിക്കും. മാർക്കറ്റ് ക്യാപ്പ് 51,513 കോടി, സ്റ്റോക്ക് പി 20.7, ഇൻഡസ്ട്രി പി 14.1. ഈ അടുത്ത കാലത്ത് വന്നൊരു കുതിച്ച് ചാട്ടത്തിലാണ് സ്റ്റോക്ക് പി കയറിയത് ശരിക്കും കമ്പനിക്ക്. പ്രൊമോട്ട് ഓൺലി 40% ഉണ്ട്, പ്ലജ് പെർസെന്റേജ് 0 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്, എപ്പോഴും കൂടി നിൽക്കും, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിയാനിലെ കൊണ്ട് നോക്ക്. 2020 ഫിനാൻസിംഗ് പ്രോഫിറ്റ് -3748, 2021 -1350, 2022 -2615 ആൻഡ് 2023 -1136. ബാങ്കിങ്ങിന്റെ ആണ് ഫിനാൻസിംഗ് പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പൊ -2615 നിന്നും -1136 ആയിട്ട് ബെറ്റർ ആയി എന്ന് വേണം പറയാം. പക്ഷെ സാറിന്റെ ബാങ്കിങ്ങിലെ അതർ ഇൻകം ഉണ്ട് ശരിക്കും. അതർ ഇൻകം ആണ് ശരിക്കും ഈ ഒരു മൈനസിൽ നിന്നും ബാങ്കിന്റെ ടോട്ടൽ പെർഫോമൻസിനെ പ്ലസിലേക്ക് എത്തിച്ചത്. 4467 ആണ് അതർ ഇൻകം. അത് വന്നിട്ട് EPS 0.21 നിന്നും 3.75 ആയിട്ട് ഹ്യൂജ്ലി ഷോർട്ട് അപ്പ് ചെയ്തു. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് TTM 32%, ബെസ്റ്റ് ഇൻ ക്ലാസ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് TTM 1723%, അഗെയിൻ ബെസ്റ്റ് ഇൻ ക്ലാസ്. അടുത്ത കമ്പനി NHPC ആണ്. NHPC ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്റർപ്രൈസ് ആണ്. ബേസിക്കലി ഇന്ത്യസ് പ്രീമിയർ ഹൈഡ്രോ പവർ യൂട്ടിലിറ്റി ഒരു കമ്പനിയാണ് ശരിക്കും NHPC. മാർക്കറ്റ് ക്യാപ്പ് സംതിങ് അറൌണ്ട് 50,000 കോടി, സ്റ്റോക്ക് പി 11.8 ആണ്. അതാണ് ഇൻഡസ്ട്രി പി അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി പി 35.4, ഡെപ്റ്റ് ഇക്വിറ്റി 0.8. ഗവൺമെന്റ് കമ്പനിയാണ്, ബട്ട് ഡെപ്റ്റിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആവേണ്ട കാര്യമില്ല, കാരണം ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് ശരിക്കും. ഡെപ്റ്റ് 29,550 കോടി. ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കമ്പനികൾക്ക് ഹൈഡ്രോ പവർ പ്രൊജക്ട് എന്നൊക്കെ പറയുന്നത് വർഷങ്ങളെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. അപ്പൊ എപ്പോഴും ഹ്യൂജ് ക്യാപിറ്റൽ വേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ നാച്ചുറലി ഡെപ്റ്റ് കൂടി നിൽക്കും. ഇൻഡസ്ട്രിയുടെ പ്രത്യേകത അങ്ങനെയാണ് ശരിക്കും. പ്രൊമോട്ട് ഹോൾഡിംഗ് 71%, ആൻഡ് പ്ലജഡ് ഷെയർ ഒന്നുമില്ല. സീ ദി പെർഫോമൻസ് 5446, 5277, 4013 നിന്നും 6222 ആയി 50% ഗ്രോത്ത് ആണ് ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി കൊടുത്തത് ശരിക്കും. ബെസ്റ്റ് ഇൻ ദ ക്ലാസ് ഓഫ് 44 to 59%. നാച്ചുറലി EPS എന്നുള്ളത് 3.51 നിന്നും 3.87 ആയിട്ട് കുതിച്ചു വരുന്നു ശരിക്കും. കഴിഞ്ഞ 3.51 വരാൻ കാര്യം എന്ന് വെച്ചാൽ ടാക്സ് -17% ആണ്. ഇക്കൊല്ലം +19% കഴിഞ്ഞിട്ട് പോലും ഹ്യൂജ്ലി ഷോർട്ട് അപ്പ് ചെയ്ത പ്രോഫിറ്റ് ആണ്. അത് EPSലും ഹ്യൂജ് ഇമ്പാക്ട് വരുത്തി. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ക്ലാസ് 15%, കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ക്ലാസ് 10%. ബാലൻസ് ഷീറ്റ് നോക്കാം. ഗവൺമെന്റ് കമ്പനിയാണ്, കൂടുതൽ കൺസേൺ ആയ കാര്യം എന്നൊരു കാര്യം ദിസ് ഇസ് സെക്യൂർഡ് ബൈ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് ശരിക്കും. ആൻഡ് ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് ആണ്, ലോങ് ടൈം എന്താ പറയണ്ടേ ഇംപ്ലിമെന്റേഷൻ ടൈമുള്ള പ്രോജക്ട്സ് ആണ്. അപ്പൊ നാച്ചുറലി ക്യാപിറ്റൽ ധാരാളം ക്യാപിറ്റൽ വേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും. ആൻഡ് ക്യാഷ് ഫ്ലോ 6,572 കോടി, 4692. ക്യാഷ് ഫ്ലോ അല്പം വീക്കായി, പക്ഷെ വീണ്ടും പ്ലസ് ആണ് ക്യാഷ് ഫ്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. അടുത്ത കമ്പനി SJVN ആണ്. SJVN എന്ന കമ്പനിയാണ്. ബേസിക്കലി അവരെ പവർ പ്രൊജക്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് ഹൈഡ്രോ പ്രൊജക്ട്സ് പ്ലാൻസ് കൊണ്ട് ശരിക്കും, ഹൈഡ്രോ പ്രൊജക്ട്സിന്റെ പ്ലാൻസ് കൊണ്ട് ശരിക്കും അതും അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ SJVN എന്ന് പറയുന്നത് മിനി രത്ന കമ്പനിയാണ് ശരിക്കും. ആസ് പെർ മിനി രത്ന PSU ആണ്. ജോയിന്റ് വെഞ്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ഓഫ് ഹിമാചൽ പ്രദേശ്.
മാർക്കറ്റ് ക്യാപ്പ് 1543, ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. സ്റ്റോക്ക് പി 11.2 ആണ്. ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 35.4 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇത്രയും ഈ ഇലക്ട്രിക് സപ്ലൈയിലും ഹൈഡ്രോ പവറിലൊക്കെ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് പോലും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വിത്തിൻ ലിമിറ്റ് ആണ് 1.01. ഡെപ്റ്റ് 10,000 കോടിയേ ഡെപ്റ്റ് ഉള്ളൂ. ശരിക്കും പ്രൊമോട്ട് ഹോൾഡിംഗ് 86.8. ഗവൺമെന്റ് കമ്പനിയല്ലേ. പ്ലഡ്ജ് പെർസെൻറ്റേജ് 0. പിയാനിലെ കൊണ്ട് നോക്ക്. കഴിഞ്ഞ കൊല്ലം 1794 നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുതിച്ചുയരുന്നെന്ന് വേണം പറയാം അല്ലേ. 2020 OPM ബെസ്റ്റ് ഇൻ ക്ലാസ് 74 നിന്നും 76 ആയി ശരിക്കും. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 990 CR നിന്നും 1359 ആയി. EPS 2.52 പൈസയിൽ നിന്നും 3.46 പൈസയായിട്ട് കുതിച്ചുയർന്നു. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ക്ലാസ്, കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ബെസ്റ്റ് ഇൻ ക്ലാസ് 37%. ബാലൻസ് ഷീറ്റ് ഞാൻ പ്രത്യേകം സംസാരിക്കില്ല. ഗവൺമെന്റ് കമ്പനിയാണ്. ഇപ്പം ബാലൻസ് ഷീറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ് ശരിക്കും. സോ ഞാൻ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ക്യാഷ് ഫ്ലോ 1983, കഴിഞ്ഞ 2021-22 2.38, 2022-23 1632. ക്യാഷ് ഫ്ലോ അല്പം കുറവ് സംഭവിച്ചു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ക്യാഷ് ഫ്ലോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫിഗറാണ് വന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾക്കൊരു മുഖവിര ആവശ്യമില്ല ശരിക്കും നിങ്ങളെ സംബന്ധിച്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇതൊക്കെ ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.